And finally, iPhone 16 is officially released. iPhone 16 ഫാമിലിയിൽ ഒരു പുതിയ അംഗവും കൂടെ വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഐഫോൺ 16ൻ്റെ ഒരു ഗുഡ് പാർട്ടും ബാഡ് പാർട്ടും അതേപോലെ എൻ്റെ ഒപ്പീനിയനും ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ത്രൂ ഔട്ട് വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. ഇതേപോലുള്ള പുതിയ പുതിയ ആപ്പിൾ അപ്ഡേറ്റ്സും കാര്യം പറയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയർ ഫ്രം എവിക. ഏറ്റവും ആദ്യം നമ്മുടെ ഗുഡ് പാർട്ടിലേക്ക് നോക്കാം. ഐഫോൺ 16 വരുന്നത് ഒരു ഫുൾ ഡിസ്പ്ലേ 6.1 ഇഞ്ചിൻ്റെ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള ക്വാളിറ്റി ആയിരിക്കും ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്യൂഷൻ ക്യാമറയാണ് നമ്മുടെ ബാക്കിൽ ക്യാമറയായിട്ടും ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന ഫുൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഫേസ് ID ഒത്തൻറ്റിക്കേഷനാണ് ഇനി മുതൽ നമ്മുടെ ഐഫോൺ 16 വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഐഫോൺ ഹിസ്റ്ററിയിൽ ടച്ച് ID എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ആപ്പിൾ ഐഫോൺ ഹിസ്റ്ററി തന്നെ മാറ്റിയിരിക്കുകയാണ്. ആൻഡ് അടുത്തൊരു ഫീച്ചറാണ് ഈ പറഞ്ഞ ഡിവൈസിൽ ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കണക്ടിവിറ്റി ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സാറ്റലൈറ്റും അതേപോലെ ഈ പറയുന്ന ക്രാഷ് ഡിറ്റക്ഷനും എല്ലാ ഓപ്ഷനും ഈ ഒരു ഡിവൈസിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ന്യൂ ചിപ്പും ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് കോൾഡ് ആപ്പിൾ C1. അഥവാ ആപ്പിളിൻ്റെ സെല്ലുലാർ കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആപ്പിൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 5G മോഡമാണ് ഈ പറയുന്ന ആപ്പിൾ C1 എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു ചിപ്പ് സെറ്റും കൂടെ ആപ്പിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബാറ്ററി ലൈഫ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഏകദേശം 26 അവേഴ്സിൻ്റെ വീഡിയോ പ്ലേബാക്കാണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മുടെ ഐഫോൺ 16 സീരീസിലേക്ക് പോകുമ്പോൾ ഏകദേശം 4 മണിക്കൂർ കൂടുതൽ ഈ പറയുന്ന ഡിവൈസിൽ വീഡിയോ പ്ലേബാക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ C1 എന്നുള്ള ചിപ്പ് മാത്രമല്ല, ഐഫോൺ 16 സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന ആപ്പിൾ A18 എന്ന് പറഞ്ഞ ചിപ്പ് സെറ്റും ഈ ഒരു ഡിവൈസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഡിവൈസിൽ ഗ്രൗണ്ട് അപ്പ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കുറേയധികം ഫീച്ചേഴ്സ് ഈ ഒരു ഇവൻറ്റിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് മൈൻഡ് ബ്ലോവിങ് ആയിട്ടാണ് ഈ ഒരു ഇവൻറ്റ്, ഒരു 12 മിനിറ്റ് ഇവൻറ്റ് ആപ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ പപ്പയായിട്ടായിരുന്നു ഈ ഒരു ഇവൻറ്റ് കണ്ടത്. ഈ ഒരു ഇവൻറ്റ് കണ്ടപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, സിനിമ പോലും ഇത്രയും നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടോയെന്ന്. സത്യമായിട്ടും ഈ ഒരു ഇവൻറ്റ് അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആപ്പിളിൻ്റെ എഡിറ്റിംഗ് ടീം ചെയ്തിരിക്കുന്നത്. അവസാനം ഷോർട്ട് ഓൺ ഐഫോൺ എഡിറ്റിംഗ് മാക്കുന്നുണ്ട്. ഈ ഒരു ഡിവൈസിലൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഐഫോൺ 16 Pro Maxലൊക്കെ ഇത്ര ക്വാളിറ്റിയിൽ എഡിറ്റിംഗ് അല്ല ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റുന്ന, ദാറ്റ്സ് ഹാറ്റ്സ് ഓഫ് ടു ആപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്. അത് വേറൊരു കമ്പനികളും ചെയ്യാത്ത ഒരു ഗട്ട്സും അതേപോലത്തെ ഒരു ഇവൻറ്റ് കോർഡിനേഷനുമാണ് ഈ ഒരു ഡിവൈസിൻ്റെ ഓരോ ഡിവൈസിൻ്റെയും ഇവൻറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന. ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ആപ്പിളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് സൈറ്റിലൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക ആ ഒരു ഇവൻറ്റിൻ്റെ വീഡിയോ ക്വാളിറ്റി. ആൻഡ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ആക്ഷൻ ബട്ടണാണ് ട്രിഗർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ കുറേ രീതിയിൽ നമുക്ക് ഈ പറയുന്ന ഐഫോണിൻ്റെ ആക്ഷൻ ബട്ടൺ ട്വീക്ക് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഷോർട്ട് കട്ടുകൾ ട്വീക്ക് ചെയ്യാം. കുറേയധികം ഫങ്ഷനാലിറ്റികൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഐഫോൺ യൂസേജ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു ആക്ഷൻ ബട്ടൺ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഐഫോൺ 16 ഒരു ഗുഡ് സൈഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഐഫോൺ 16 നമുക്കൊരു USB-C ആണ് വരുന്നത്. സോ അത്യാവശ്യം നമുക്ക് ഇനി മുതൽ എല്ലാ ഡിവൈസുകളും ഒറ്റ സിംഗിൾ ചാർജിങ് വയർ കൂടെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ബാഡ് സൈഡിലേക്ക് നോക്കാം. ഏറ്റവും ആദ്യം ക്യാമറ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു 1x 2x നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലൂടെയാണ് ഈ ഒരു 2x ബാക്കി കാര്യങ്ങളും ലഭിക്കുന്നത്. ആൻഡ് 2x ടെലിഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ക്രോപ്പിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം പോട്ടെ, നമുക്കൊരു അൾട്രാ വൈഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 0.5x ലഭിക്കില്ല. ആ ഒരു ഫോട്ടോയും നമുക്ക് വലിയൊരു ഡിമാൻഡീവ് ആയിട്ടുള്ള ഫോട്ടോസ് ചിലപ്പോൾ നമുക്ക് തന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ വെക്കാം. ഈ ഒരു ഡിവൈസിൽ അല്ലെങ്കിൽ ഐഫോൺ യൂസ് ചെയ്തുകൊണ്ട് ഫേസ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറായിരുന്നു കണ്ടിന്യൂറ്റി ക്യാമറ എന്ന് പറയുന്നത്. ടി വിയിലോ മാക്കിലോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫേസ് ടൈം ചെയ്യുമ്പോൾ
ഐഫോൺ ഒരു വെബ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യും. ഈ ഒരു വെബ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡെസ്ക് വ്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡെസ്കിൽ എന്തെങ്കിലും വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് എടുത്ത് കാണിക്കാതെ ഐഫോൺ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കുന്ന ഒരു ഓപ്ഷനാണെന്നോ ഡെസ്ക് വ്യൂ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ നമുക്ക് അൾട്രാ വൈഡ് ഇല്ലാത്തത് കൊണ്ട് ലഭിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ ഐഫോൺ 16 ലാസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു ഐഫോൺ 16 ഫോട്ടോഗ്രാഫിക് സ്റ്റൈലുകളും പോർട്രേറ്റ് മോഡുകളും ലഭിക്കില്ല. ലാസ്റ്റ് ജനറേഷനിൽ വന്ന എല്ലാ ഫോട്ടോഗ്രാഫിക് സ്റ്റൈലുകളും പോർട്രേറ്റ് മോഡുമായിരിക്കും ഈ ഒരു ഐഫോൺ 16 നമുക്ക് വരാൻ പോകുന്നത്. ചിപ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു A18 ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ലഭിക്കുമെന്ന്. പക്ഷേ ഐഫോൺ 16 സീരീസിൽ 5 കോർ ഓഫ് GPU ആണ് വന്നെങ്കിൽ ഈ ഒരു ഡിവൈസിൽ നമുക്ക് വരുന്നത് 4 കോർ ഓഫ് GPU എന്ന് മാത്രമാണ്. 1 കോർ GPU കുറച്ചാണ് ഐഫോൺ 16 വരുന്നത്. ആൻഡ് കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആകെ രണ്ട് കളർ ഓപ്ഷൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് വൈറ്റ്, പിന്നീട് ബ്ലാക്ക്. ഈ 2 കളറിൽ വേറെ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഐഫോൺ 14 സീരീസിൻ്റെ ഒരു ബോഡിയിലാണ് ഐഫോൺ 16 അല്ലെങ്കിൽ 16 നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ഐഫോൺ 14 ഒരു കളർ വേരിയൻറ്റും ഇതിൽ വന്നിട്ടില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഒരു ഡൈനാമിക് ഐലൻഡ് ലഭിക്കില്ല. അതിന് പകരം ഇപ്പോഴും നമുക്ക് ആ ഒരു നോച്ച് ആയിരിക്കും ഐഫോൺ 16 വന്നിരിക്കുന്നത്. അടുത്തൊരു മെയിൻ ഇഷ്യൂസ് വന്നിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ പറഞ്ഞ ചാർജിങ് എന്ന് പറയുന്നത്. യെസ്, ഈ പറഞ്ഞ ഐഫോൺ 16 വെച്ച് നോക്കുമ്പോൾ 4 മണിക്കൂർ കൂടുതൽ ഈ ഒരു ഡിവൈസിൽ നമുക്ക് പ്ലേ ബാക്ക് കിട്ടും. പക്ഷേ നമുക്ക് മാക്സേഫിൻ്റെ സപ്പോർട്ട് ഈ ഒരു ഡിവൈസിൽ ലഭിക്കില്ല. ആപ്പിൾ ഇവൻറ്റിൽ പറഞ്ഞാൽ നമുക്ക് വയർലെസ് ചാർജിങ് ഓപ്ഷൻ Q2 ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ 7.5 വാട്ടാണ് ഈ പറയുന്ന ഡിവൈസിൻ്റെ വയർലെസ് ചാർജിങ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം മാക്സേഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മാക്സേഫ് ആക്സസറീസ് ഒന്നും നമുക്ക് വലുതായിട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കിൽ കേസ് വെച്ചുകൊണ്ട് നമുക്ക് മാക്സേഫിൻ്റെ ആ ഓപ്ഷൻ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാലും ഇമ്പിൾഡായിട്ട് മാക്സേഫ് ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നില്ല. ആൻഡ് അടുത്തൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു മിസ്സിംഗ് ആണ്. ആപ്പിളിൻ്റെ ഈ ഒരു 16 2 മേജർ ഓപ്ഷൻസ് ആപ്പിൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തത് അൾട്രാ വൈഡിൻ്റെ ബാൻഡ് എന്ന് പറയുന്നത്. എന്താണ് അൾട്രാ വൈഡിൻ്റെ ബാൻഡിൻ്റെ ഏറ്റവും വലിയ ഒരു യൂസേജ് എന്ന് വെച്ചാൽ പ്രിസിഷൻ ഫൈൻഡിങ് എന്ന ഓപ്ഷൻ ഐഫോൺ 16 ലഭിക്കില്ല. പ്രിസിഷൻ ഫൈൻഡിങ്, വാട്ട് ഈസ് ഇറ്റ് അല്ലേ? എയർ ടാഗിനും എയർപോർട്ട്സൊക്കെ നമ്മൾ മിസ്സാവുകയാണെങ്കിൽ കറക്റ്റ് പിൻ പോയിൻ്റ് ആയിട്ട് ആ ഒരു ലൊക്കേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഓപ്ഷനാണ് ഈ പറഞ്ഞ പ്രിസിഷൻ ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ അൾട്രാ വൈഡ് ബാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു ചിപ്പ് ഡിവൈസിൽ വേണം. അത് ഐഫോൺ 16 ആപ്പിൾ കൊടുത്തിട്ടുള്ള. അടുത്തൊരു മേജർ ആപ്പിളിൻ്റെ ഒരു മിസ്സിംഗ് പാർട്ടാണ് ത്രെഡ്സിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെയും ചിപ്പ് എന്ന് പറയുന്നത്. എന്താണ് ത്രെഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സ്മാർട്ട് ആക്സസറീസ് വെക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പുറം രാജ്യത്താണ്. എന്നാലും നമ്മുടെ ഡിവൈസിൽ മാറ്റർ ആക്സസറീസും അതേപോലെ തന്നെ സ്മാർട്ട് ഹോം ആക്സസറീസും വെക്കുകയാണെങ്കിൽ ഐഫോൺ ഒരു ഹബ്ബായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ഹോം പോഡിനും അതേപോലെ വേറെ കുറേ സ്മാർട്ട് ആക്സസറീസിൻ്റെ ഹബ്ബിൽ ഐഫോണും അതൊരു അംഗമായിട്ട് മാറും. സോ കണക്ടിവിറ്റിയും അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്മാർട്ട് ഹോം ആക്സസറീസ് ആയിട്ടുള്ള ആ ഒരു കണക്ഷനും ലേറ്റൻസി ഇല്ലാതെ അല്ലെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചിപ്സെറ്റാണ് ഈ പറയുന്ന ത്രെഡ്സ് നെറ്റ്വർക്ക് ചിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷനും ആപ്പിൾ ഐഫോൺ 16 എടുത്തു മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫണ്ടമെൻ്റലായ കുറേ കാര്യങ്ങൾ ഐഫോൺ 16 ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഒപ്പീനിയൻ ഐഫോൺ 16 പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഇതൊരു ഓക്കെ ഡിവൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇത് ഒരു സ്ലീപ്പർ ഹിറ്റ് ആവുമെന്ന് ചോദിച്ചാൽ യെസ്. കാരണം ആരും അറിയാതെ നല്ല രീതിക്ക് ഒരു ഗ്രോത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഐഫോൺ 16 ആപ്പിളിനെ ബേസ് ചെയ്യും. കാരണം EU നോക്കുമ്പോൾ USB-C ആക്കണമെന്നുള്ള സ്റ്റാൻഡേർഡ് ലോ വന്നപ്പോൾ ആപ്പിളിന് നല്ല രീതിക്കുള്ള പ്രഷർ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഐഫോൺ 16 ഇൻട്രൊഡക്ഷനോടെ തന്നെ ആപ്പിളിന് കുറേയധികം നല്ല രീതിക്കുള്ള റവന്യൂ ഈ ഒരു ഡിവൈസിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓക്കെ ഡിവൈസാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാനുള്ളൊരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിവൈസ് 59,000 രൂപക്ക് 128 GB ഒരു ബേസ് വേരിയൻ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ടാവും.
ഇത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടി ഓർഡർ ചെയ്യാം. ഈ വരുന്ന 21-ാം തീയതി 6:00 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 6:00 പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി 28-ാം തീയതി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിവൈസ് അവൈലബിൾ ആവും. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസും ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രമാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, അതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് അൺലോക്ക് ചെയ്യണം എന്നാണെങ്കിൽ iPhone 16e ഇല്ലെങ്കിലും iPhone 15 Pro സീരീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് ഡിവൈസും അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പെക് ബമ്പ് തന്നെയായിരിക്കും. iPhone 16eയിൽ നിങ്ങൾക്ക് നോച്ച് ആണെങ്കിൽ iPhone 15 Proയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡും ബാക്കി എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. എനിക്ക് മോർ ഓവർ ഈ പറഞ്ഞ അൾട്രാ ബാൻഡും അതേപോലെ അൾട്രാ വൈഡ് ക്യാമറയും എല്ലാം ലഭിക്കും. സോ iPhone 15 Pro സീരീസ് നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡോ റീഫർബിഷ് ആയിട്ട് നല്ല ഡിവൈസ് ലഭിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് സിംഗിൾ ക്യാമറ അല്ല, അത് ട്രിപ്പിൾ ക്യാമറ ആയിരിക്കും. കുറേ ഓപ്ഷൻസ് ഈ പറഞ്ഞ iPhone 16 Pro സീരീസ് തൊട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡിവൈസിൽ നല്ല രീതിക്ക് ആപ്പിൾ ഇൻ്റലിജൻസിനെ പുഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവൻ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. അതോടൊപ്പം പറയാനുള്ള കാര്യം, ആപ്പിളിൻ്റെ ഈ പറഞ്ഞ iOS 18.4ൽ കുറേയധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു മെയിൻ അപ്ഡേറ്റും നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കുറേയധികം ലാംഗ്വേജസ് ഇതൊക്കെ ലഭിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ അപ്ഡേറ്റിലാണ്. ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഏപ്രിലിൽ വരുമെന്ന് ഈ ഒരു ഇവൻറ്റിലും ആപ്പിൾ അത് കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ട്. സോ ഏപ്രിൽ ആകുമ്പോഴത്തേക്കും iOS 18.4ഉം നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയധികം പുതിയ കാര്യങ്ങൾ മനസ്സിലായി. ഏത് ഡിവൈസാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു ഐഡിയ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ത്രോട്ടിന് നല്ലൊരു പണി കിട്ടിയിരിക്കുന്നതാണ്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ചൂടുവെള്ളവും ചൂട് ചായയൊക്കെ കുടിച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെതായ കുറേയധികം ബുദ്ധിമുട്ടുകളും കുറച്ചധികം കുറവുകളും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകും. എന്നാലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള അടിപൊളി വീഡിയോസിലാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ഉറപ്പ് കൊടുത്തുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yevin Xavier signing from Evika.